ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് അടിപൊളി പുഡിങ്ങുമായിട്ടാണ്. എളുപ്പമാണ് കേട്ടോ ഈ പുഡിങ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ രണ്ട് പുഡിങ്ങാണ് കേട്ടോ. ഒന്ന് കരിക്കിൻ്റെ വെള്ളം കൊണ്ട് ഉണ്ടാക്കുന്നൊരു പുഡിങ്, പിന്നെ കരിക്കിൻ്റെ കാമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന പുഡിങ് കേട്ടോ. അപ്പോൾ കരിക്കിൻ്റെ വെള്ളവും കളയണ്ട, കാമ്പും കളയണ്ട, നമുക്ക് ഒരു കരിക്കൊണ്ട് തന്നെ രണ്ട് പുഡിങ് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെരുന്നാളിനൊക്കെ ബിരിയാണിയോ അല്ലെങ്കിൽ മന്തിയൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയ നല്ല പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ രണ്ട് അടിപൊളി പെരുന്നാൾ പുഡിങ്ങും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാലെടുക്കുമ്പോൾ 10 ഗ്രാം ചൈന ഗ്രാസ് വേണം കേട്ടോ. പിന്നെ 8 ഗ്രാം ചൈന ഗ്രാസ് വെച്ചിട്ടും നമ്മൾ 1/2 ലിറ്റർ പാൽ കൊണ്ട് പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ കഴിക്കാൻ കൂടുതൽ ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ പാർട്ടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാൻ 10 ഗ്രാം ചൈന ഗ്രാസ് ഒക്കെ ചേർക്കാവും നല്ലത്. അപ്പോൾ ചൈന ഗ്രാസ് ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോഴും തന്നെ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഒരു 3/4 കപ്പ് വരെ വെള്ളമൊക്കെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് സോക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് കരിക്കിൻ്റെ കാമ്പൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കരിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കരിക്കിൻ്റെ കാമ്പാണിത്. ഇത് നല്ല മൂപ്പായിട്ടുള്ളൊരു കരിക്ക് തന്നെയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ കരിക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പൊക്കെ വെള്ളം മതിയാകും. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. തരിതരികളൊന്നുമില്ല, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഈ കപ്പ് ഇളനീർ വെള്ളത്തിൽ നിന്നൊരു 1/4 ഭാഗം മാത്രമേ ഞാനിത് അരക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചൈന ഗ്രാസ് ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് അപ്പുറത്തെ അടുപ്പിൽ മെൽറ്റ് ചെയ്താൽ മതി. അതേ സമയം തന്നെ നമ്മളൊരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് ചെയ്യണം കേട്ടോ. അവിടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ നല്ല മധുരത്തിൽ വേണം ഉണ്ടാക്കാൻ, എന്നാലേ തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ പഞ്ചസാര മാത്രം പോരാ കേട്ടോ, അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അമൂലിൻ്റെ മിഠായി മേറ്റ് 200 ഗ്രാമും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയും 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പുഡിങ്ങൊക്കെ സെറ്റായിട്ട് കഴിയുമ്പോൾ നല്ല മധുരം ചേർത്താലേ നല്ല മധുരം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ മധുരം ഉണ്ടാവില്ല. തണുത്ത് കഴിയുമ്പോൾ പൊതുവേ മധുരം കുറയുമല്ലോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കരിക്കിൻ്റെ കാമ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിപ്പോൾ കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 കപ്പൊക്കെ വരും കേട്ടോ. ഞാനിപ്പോൾ ഒരു കരിക്കാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കപ്പളവ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് ഉണ്ടാവും പൾപ്പ് ഇളനീർ വെള്ളം കൂടി കൂട്ടി അരച്ചത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ മെൽറ്റാക്കാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസൊക്കെ ഇപ്പോൾ ഇവിടെ മെൽറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൈന ഗ്രാസ് മെൽറ്റാക്കിയതിൻ്റെ ചൂടും അതുപോലെ ഈ പാലിൻ്റെ ചൂടും ഒരുപോലെ ഇരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാലിലോട്ട് ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ പാല് പിരിയും. അതുകൊണ്ടാണ് 2 അടുപ്പത്തും കൂടി ഇത് ചൂടാക്കി എടുക്കുന്നത്. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പാലിൻ്റെ മിക്സും റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് നമ്മൾ പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മെൽറ്റ് ആവാതെ കിടക്കുന്ന ചൈന ഗ്രാസിൻ്റെ തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ചൂടാക്കിയിട്ട് മെൽറ്റാക്കി എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അരിച്ചിട്ടാണല്ലോ പുഡിങ് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ പെട്ടോളും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചൈന ഗ്രാസും പാലിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോട് കൂടി തന്നെ അരിച്ചിട്ട് ഒരു പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുഡിങ് ട്രേ തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് കപ്പിലും ഗ്ലാസ്സിലും ഒക്കെ അത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. കാരണം മെൽറ്റ് ആവാതെ കിടക്കുന്ന ചൈന ഗ്രാസിൻ്റെ തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞിട്ട് വേണം പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതൊക്കെ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടോ നമ്മുടെ ഈ പുഡിങ് മിക്സിൽ കുറേ ബബിൾസ് കാണുന്നില്ലേ? അപ്പോൾ അതൊക്കെ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ സൈഡിലോട്ട് മാറ്റിയിട്ട് നമ്മൾ എടുത്ത് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പുഡിങ് സെറ്റായാലും ഈ ബബിൾസ് ഇങ്ങനെ കാണും. അപ്പോൾ പുഡിങ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ പുഡിങ് പകുതി സെറ്റായതിനു ശേഷം വേണം നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാൻ.
അപ്പോൾ ഞാൻ കുറച്ച് കരിക്ക് ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി സെറ്റ് ആയതിനു ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് പോകും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സെറ്റ് ആയതിനു ശേഷം വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഇങ്ങനെ നിൽക്കാവും. അപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ പുഡിങ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 10 ഗ്രാം ചൈന ഗ്രാസ് ഒക്കെ എടുത്തുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. പുഡിങ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ട് നമുക്ക് വേണം കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള ചൈന ഗ്രാസ് ആണ്, ഫ്ലേവർ ഒന്നുമില്ല. അപ്പോൾ ചൈന ഗ്രാസ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നാലാണ് ചൈന ഗ്രാസ് പെട്ടെന്ന് തന്നെ സോക്കായിട്ടും കിട്ടുക. അതുപോലെ നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ടെൻഡർ കോക്കനട്ടിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 250 ml കപ്പിന് 1 കപ്പ് ഇളനീർ വെള്ളം. അപ്പോൾ നമ്മൾ ഇളനീർ വെള്ളത്തിലാണ് കേട്ടോ ഇത് സോക്ക് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ. അല്ലാതെ പച്ചവെള്ളമോ പാലോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചൈന ഗ്രാസ് ഒക്കെ നല്ല പോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 കപ്പ് ഇളനീർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ലൂസായിട്ട് നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ആ സമയം തന്നെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഒരു 1/2 ലിറ്റർ ഇളനീർ വെള്ളം ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് 250 ml കപ്പിന് 2 കപ്പ് ഇളനീർ വെള്ളം കേട്ടോ. നമ്മളിത് ഇളനീർ വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പുഡിങ്ങൊക്കെ ആകുമ്പോൾ നല്ല മധുരം വേണം. അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് മധുരം ഉണ്ടാവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇളനീർ വെള്ളം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പഞ്ചസാര മെൽറ്റാവുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാര ഇവിടെ മെൽറ്റായിട്ടുണ്ട്. നമ്മൾ അപ്പുറത്ത് വെച്ചിരുന്ന ചൈന ഗ്രാസും മെൽറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ കുറച്ച് തരിതരിയായിട്ട് മെൽറ്റാവാതെ കിടക്കുന്നുണ്ട്. അത് ലാസ്റ്റ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇളനീർ വെള്ളത്തിലോട്ട് ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ രണ്ടിൻ്റെയും ചൂട് ഒരുപോലെ ഇരിക്കണം കേട്ടോ. ഇളനീർ വെള്ളത്തിൻ്റെയും അതുപോലെ മെൽറ്റ് ചെയ്യാൻ വെച്ച ചൈന ഗ്രാസിൻ്റെയും ചൂട് ഒരുപോലെ ഇരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ മെൽറ്റ് ചെയ്യാതെ കിടക്കുന്ന ചൈന ഗ്രാസ് ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ചൈന ഗ്രാസ് ഒക്കെ ഇപ്പോൾ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കരിക്കിൻ്റെ കാമ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 1/4 കപ്പോളം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത കരിക്ക് നമുക്ക് ഈ പുഡിങ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു സ്ട്രൈനർ വെച്ചിട്ട് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നാലാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗ്ലാസ് പുഡിംഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ചൈന ഗ്ലാസ് ഒക്കെ ചിലപ്പോൾ മെൽറ്റ് ആവാതെ ചെറിയ ചെറിയ തരികളായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചിട്ട് കളയണം. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിക്കാൻ. കണ്ടോ, ചെറുതായിട്ട് മെൽറ്റ് ആവാതെ കുറച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി കളയാം. ഇനി കൊക്കനട്ടിൻ്റെ പീസൊക്കെ നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ വേറൊരു പുഡിങ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കരിക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഫ്രിഡ്ജിൽ 2 മണിക്കൂറാണിത് സെറ്റാവാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ പുഡിങ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 ലിറ്റർ കരിക്ക് എടുക്കുമ്പോൾ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഒക്കെ ചേർക്കണം കേട്ടോ. എന്നാലാണ് നമുക്കിതുപോലെ നല്ല പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല കരിക്കിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഈ പുഡിങ്ങിന്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. പിന്നെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടില റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.